ഇന്ന് ഞങ്ങളുടെ ഓഫ് ഡേ പ്രമാണിച്ച് ഹോസ്റ്റലിൽ കുത്തിയിരിക്കുമ്പോൾ അടുത്ത അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേട്ടു. എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വന്ന് ഇവിടെ ഇരിക്കുമ്പോഴാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. എല്ലാ പേരും ഇല്ലേലും നിങ്ങളിൽ ചിലരെങ്കിലും മനസ്സിനൊരു ഭാരം തോന്നുമ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ അങ്ങനെയുള്ള ദേവാലയങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയോ റിലാക്സേഷനോ ഒക്കെ തോന്നാറുണ്ടോ? ഇതിൻ്റെ പുറകിലുള്ള സയൻസ് എന്താണെന്നറിയോ? ശരിക്കും അമ്പലങ്ങളിലാണേലും പള്ളിയിലാണേലും ഒക്കെ ഈ പ്രയറും മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുന്നുണ്ടാവില്ലേ, അത് ഒരു പ്രത്യേകതരം സൗണ്ട് വൈബ്രേഷൻ ഉണ്ടാക്കും. ആൻഡ് ദാറ്റ് വിൽ കോസ് എ സൂത്തിങ് എഫക്റ്റ്. ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് ദി സൗണ്ട് പ്രൊമോട്ട് എ റിലാക്സേഷൻ ആൻഡ് റെഡ്യൂസ് സ്ട്രെസ്. മനസ്സിലായോ? പിന്നെ ഈ ദേവാലയങ്ങളൊക്കെ ഇരിക്കുന്ന ലൊക്കേഷൻ, അവിടെ വരുമ്പോൾ ഉള്ള ഹ്യൂമൻ ബിഹേവിയർ ഒക്കെ നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അമ്പലങ്ങളിലാണെങ്കിൽ കുറേ പൂക്കളും പള്ളികളിൽ ഇങ്ങനെ പുകയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ, അതിനും പ്രത്യേകതരം എഫക്റ്റ് ഉണ്ട് കേട്ടോ. അതിന് ആരോമ തെറാപ്പി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നമ്മളെ കേൾക്കാനും നമ്മുടെ കാര്യത്തിൽ കെയർ ചെയ്യാനും ഒക്കെ ഒരാളുണ്ടെന്നൊരു തോന്നലല്ലേ. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ ഒരു സ്ഥലമായി, എന്തൊരു പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ നിൽക്കാൻ ഒരാളായി, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടെന്നുള്ളൊരു ഹോപ്പ്. അങ്ങനെയുള്ളൊരു ഹോപ്പൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാവൂലേ. അതുകൊണ്ടൊക്കെയാണ് മോസ്റ്റ് പീപ്പിൾ പ്രിഫർ ടു ഡിപ്പെൻഡ് ഓൺ ദീസ് ഇഫക്ട്സ്. പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസ് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ.